നിങ്ങൾ സോണിസാമാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതൊരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ്. എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യമായി രൂപീകരിക്കപ്പെട്ടത് ജപ്പാനിലാണ്. പിന്നെ 2000 മാർച്ചിൽ അമേരിക്ക മുതിർന്നവരിൽ പാർഷ്യൽ സീഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടും ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ സോണിസാമൈഡ് ആക്ട് ചെയ്യുന്നത്? ഇതൊരു കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം ഇൻഹിബിറ്ററാണ്. അതുപോലെ തന്നെ സോഡിയം ചാനലും കാൽഷ്യം ചാനലും ബ്ലോക്ക് ചെയ്തിട്ട് സീഷറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് രൂപീകരിക്കപ്പെട്ട് ഏതാനും 11 വർഷങ്ങൾക്ക് ശേഷം 50ഓളം കുട്ടികളിൽ ഒലിഗോഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒലിഗോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൻ്റെ ഉൽപ്പാദനവും സ്രവവും കുറയുന്ന ഒരു അവസ്ഥയാണ്. അമേരിക്ക ഇതിൻ്റെ ഉപയോഗം കുട്ടികളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണ്യമായ ഓഫ് ലേബൽ ഉപയോഗം ഇപ്പോഴും എന്നാൽ നിലവിലുണ്ട്. ഈ സോണിസാമൈഡ് പോലെ തന്നെ വേറൊരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ് ടോപ്പിറാമേറ്റ്. ഈ ടോപ്പിറാമേറ്റ് ഒലിഗോഹൈഡ്രോസിസിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോപ്പിറാമേറ്റ് മൂലം ഉണ്ടാകുന്ന ഒലിഗോഹൈഡ്രോസിസ് റിവേഴ്സിബിളും അതുപോലെ തന്നെ സോണിസാമൈഡ് മൂലം ഉണ്ടാകുന്ന ഒലിഗോഹൈഡ്രോസിസ് ഇറിവേഴ്സിബിളും ആണെന്നാണ് പറയുന്നത്.